ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഒളിഞ്ഞിരുന്ന് അളിഞ്ഞ പരിപാടി ചെയ്തവനെ ദൈവം കയ്യോടെ പൊക്കിയ ഒരു സംഭവം. നമുക്ക് പല സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൻ്റെ അവിഹിതം കയ്യോടെ മക്കൾ പൊക്കിയ സംഭവം, ജീവിത പങ്കാളിയുടെ അവിഹിതം കയ്യോടെ പൊക്കിയ സംഭവങ്ങൾ, വേണമെങ്കിൽ ഒരു വൈദികൻ്റെ മെത്രാൻ്റെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇനി അവർ പിടിക്കപ്പെട്ട സംഭവങ്ങൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം അളിഞ്ഞതായി കാണുന്ന 3 കാര്യങ്ങൾ. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ലൈംഗിക മേഖലയിലെ ചില വൈകൃതങ്ങൾ മാത്രമായിട്ട് കാണരുത്. അതല്ലാത്ത ചില കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അളിഞ്ഞതായി കാണുക. ദൈവമക്കൾ അവരുടെ സ്റ്റാൻഡേർഡ് മറന്ന് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതെല്ലാം അളിഞ്ഞ പരിപാടിയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തത് ദൈവം തന്നെ കയ്യോടെ പൊക്കിയ ആ ഒരു രംഗങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഈ ദൈവം അളിഞ്ഞതായി കാണുന്ന 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യമാണ് ഒളിച്ചോട്ടം. ചിലരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടി വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന സംഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഒരു വ്യക്തിയാണ് ധൂർത്തപുത്രൻ. ലൂക്കാ 15-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നത് ഏതവസ്ഥയിലാണ് എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യമാണ്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവൻ തിരിച്ചു വന്നത്. മറ്റൊരു ഒളിച്ചോട്ടക്കാരനെ നമുക്ക് കാണാൻ സാധിക്കും, യോനാ പ്രവാചകൻ. അവനോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്: നിനവേയിലേക്ക് പോവുക, നീ അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്നത് അവിടെ പ്രഖ്യാപിക്കണം, അവർക്കൊരു മുന്നറിയിപ്പ് നൽകണം. പക്ഷെ നമ്മൾ കാണുകയാണ് യോന അത് അംഗീകരിക്കുന്നതിനേക്കാൾ ഒളിച്ചോടാൻ നോക്കി. അവന് കപ്പൽ കയറിയത് താർസൂസിലേക്ക് പോകാനാണ്. പക്ഷെ നമ്മൾ കാണുകയാണ് അവൻ ആ കപ്പൽ കയറി ഈ ഒളിച്ചോട്ടവുമായിട്ട് കപ്പലിൽ കയറിയിട്ട് ആ കപ്പലിൽ സ്വസ്ഥതയുണ്ടായോ? അവസാനം അവൻ തന്നെ പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവും. കാര്യം അവന് മനസ്സിലായി. ഇനി അവർ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു തിമിംഗലം അവനെ വിഴുങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഈ ഒളിച്ചോട്ടക്കാരനെ വിഴുങ്ങിയ തിമിംഗലത്തിന് സ്വസ്ഥതയുണ്ടായോ? അതിനെ ദഹിക്കാണ്ടായി അസ്വസ്ഥതയായി പിന്നീട് പോയി അത് കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചിരുന്ന് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യോനാ പ്രവാചകൻ കർത്താവ് പറഞ്ഞത് അനുസരിച്ച് നിനവേയിലേക്ക് പോകാൻ തയ്യാറായത്. അനുസരിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹം, അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന വിപത്ത്, ഇതെല്ലാം കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നിയമാവർത്തനം 11-27-28 വചനങ്ങൾ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അനുസരിച്ചാൽ അനുഗ്രഹം, അത് അനുസരിക്കാതെ ധിക്കാരം കാണിച്ചാൽ നീ വാളിനിരയായി തീരും. യെശയ്യാ 1-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒളിച്ചോട്ടം ഒരളിഞ്ഞ പരിപാടിയായിട്ട് ദൈവം കാണുന്നതായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് നമ്മളിവിടെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്, അതാണ് ഒളിച്ചിരിപ്പ്. ആരും കാണാതെ ഇവിടെ അങ്ങോട്ട് ഒളിച്ചിരുന്നേക്കാം. ഇങ്ങനെ ചില സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന വ്യക്തികൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായവും 7-ാം അധ്യായം വായിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രവാചകനെ കാണുക. ഗിദെയോൻ. അവന് മിദ്യാൻകാരെ ഭയപ്പെട്ടിട്ട് അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവൻ പോയിട്ട് ഒരു മുന്തിരിച്ചക്കിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു രംഗം കാണാൻ പറ്റും. ന്യായാധിപന്മാർ 6-7 അധ്യായങ്ങൾ സമയം പോലെ നിങ്ങൾ വായിക്കുന്നെങ്കിൽ വളരെ വിശിഷ്ടമായ പല കാര്യങ്ങളും അവിടെ പഠിക്കാൻ പറ്റും. 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോഴാണ് മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുന്ന ആ ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റുക. ഒളിച്ചോടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സെൻസില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്തെന്ന് വരും. ഇനി ഇവൻ ഓടിയത് മിദ്യാൻകാരെ ഭയപ്പെട്ട്. ലൂക്കാ 15-11 മുതൽ വായിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആ ധൂർത്തപുത്രൻ അവൻ അവസാനം ചെയ്ത പണി എന്തായിരുന്നു? വളരെ തറപ്പണി. പന്നികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ആ പന്നികൾക്ക് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് വയറു നിറയ്ക്കാൻ പോലും ഇവന് സാധ്യതയില്ലാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ് ഗിദെയോൻ്റെ അടുത്തേക്ക് ദൈവം വന്നു. അവനെ ഒളിഞ്ഞിരുന്ന് ഈ അളിഞ്ഞ പണി കാണിച്ചവനെ പച്ചയ്ക്ക് പിടിച്ചു. ദൈവദൂതൻ പറയുന്ന ഒരു കാര്യം, നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണല്ലേ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്നിട്ട് അവന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഇതാണ്: ശക്തനും ധീരനുമായിരിക്കുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ ഇനിയും ഇസ്രായേൽക്കാർക്ക് വേണ്ടി മിദ്യാൻകാർക്കെതിരെ യുദ്ധത്തിന് പോകും. അവരെ നീ തോൽപ്പിക്കാൻ പോകുന്നത് ഒറ്റയാളെ എന്നതുപോലെ നീ മിദ്യാൻകാരെ കീഴ്പ്പെടുത്തും. നീ അതിന് തയ്യാറാവുക, മുമ്പോട്ട് വരിക എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്ന ദൈവദൂതനെ കാണാൻ പറ്റും.
ഒളിഞ്ഞിരുന്നവനെ ദൈവം കണ്ടുപിടിച്ച് വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം ഒളിഞ്ഞു നോട്ടം. ചിലരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ഒളിഞ്ഞു നോട്ടം. ഒരു പോയാലും ഒരു കഥ ഇച്ചിരി തുറന്നു കിടക്കുന്നത് കണ്ടാൽ ഒന്ന് ഒളിഞ്ഞു നോക്കണം. ജനലിൻ്റെ ഒരു പാളി തുറന്നു കിടന്നാൽ അതിനകത്തൂടെ ഒന്ന് നോക്കണം. വേറെ ചിലർക്ക് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ കഥകിനകത്ത് താക്കോലിടുന്ന തുളയുണ്ടല്ലോ, അതിനകത്തൂടെ പോലും നോക്കുന്നവരെ കാണാൻ പറ്റും. ഒളിഞ്ഞു നോട്ടം ഇത് സബ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കാര്യം, തറപ്പരിപാടിയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രഭാഷകൻ 24 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് അപമര്യാദയാണ്. അപമര്യാദ. മര്യാദയുള്ളവർ, മര്യാദ കാണിക്കുന്നവർ ഒരിക്കലും ആ ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. വിവേകി അങ്ങനെ ചെയ്യത്തില്ല, കാരണം ഇത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഇതാണ് പ്രഭാഷകൻ 21-24 വചനം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവം സകലതും അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. പ്രഭാഷകൻ 42-20 വചനം എടുത്താൽ ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല. ദൈവം സകലതും അറിയുന്ന ദൈവമാണ്. ഗലാത്യർ 6-7 മുതൽ വായിക്കുമ്പോഴോ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും പറ്റില്ല. സങ്കീർത്തനം 139 എടുത്താലോ കർത്താവ് ഞാൻ മലമുകളിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ആകാശത്ത് കടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്, ആഴിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയാലും അങ്ങ് അവിടെയുണ്ട്. നമുക്കൊന്നും ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാനാവില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കാൻ. പ്രഭാഷകൻ 23-19 വചനം എടുത്താലോ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അത് നമ്മുടെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അറിയുന്നു എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഒത്തിരി പേരുടെ ഒരു പാപമാണ്, ഇംഗ്ലീഷിൽ പറയും അബ്യൂസിങ് ദ പ്രൈവസി. നമുക്ക് ഒരു പ്രൈവസി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്, അബ്യൂസ് ചെയ്യരുത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അവർക്ക് അവരുടെ തന്നെ പേഴ്സണൽ റൂം വേണം, പ്രൈവസി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അബ്യൂസിങ് ദ പ്രൈവസി അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. പ്രഭാഷകൻ 39-19 വചനം പഠിപ്പിക്കുന്നുണ്ട്, മർത്യൻ്റെ സകല പ്രവൃത്തികളും ദൈവം കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കില്ല. മാത്രമല്ല അവൾ പരമരഹസ്യമായ കാര്യങ്ങൾ പോലും നീതിപീഠത്തിൽ മേൽ വിധി ദിവസം വന്നിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭാപ്രസംഗൻ 12-14 വചനം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്ത് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഈ അളിഞ്ഞതായി കാണുന്ന ഒരു കാര്യത്തിലേക്കും പോകാതിരിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.